ഉം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി ആ ഷൂസ് ഊരി മാറ്റുന്ന ചെറിയ ആശ്വാസവുമായി എപ്പോഴെങ്കിലും നിങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ, അതൊരു വളരെ രസകരമായ ചോദ്യമാണല്ലോ. അതെ, ശരിക്കും. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തീരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നത് വലിയൊരു പേടിയാണ്. തീർച്ചയായും. ഇപ്പോ രാത്രിയില് തീർത്തും അപരിചിതമായ ഒരു വഴിയിലൂടെ വണ്ടിയിലെ GPS പോലും ഓഫായി പോയ ഒരവസ്ഥയിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒന്ന് സങ്കല്പിക്കുക. എങ്ങോട്ടാണ് പോകുന്നതെന്നോ അടുത്ത വളവിൽ എന്താണെന്നോ നമുക്കറിയില്ല. ആ ഒരു പേടി ഭയങ്കരമായിരിക്കും. അതെ, മരണാനന്തര ജീവിതം അല്ലെങ്കിൽ ആത്മീയതയുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനെയൊരു പേടിയോടെയാണ്, അല്ലേ? ഒരുതരം അന്ധകാരത്തിലേക്കുള്ള യാത്ര. ശരിയാണ്, മിക്ക ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള ചർച്ചയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചിന്തകളെ ആകെ മാറ്റിമറിക്കുന്ന വളരെ വ്യത്യസ്തമായൊരാശയമാണ്. നമ്മുടെ ഇന്നത്തെ ആധാരം ദി ലോങ് ജേർണി ഹോം ടു ഗോഡ്, അതായത് ദൈവത്തിലേക്കുള്ള ദീർഘമായ മടക്കയാത്ര എന്ന പുസ്തകത്തിൽ നിന്നുള്ള വളരെ ചെറിയ എന്നാൽ അങ്ങേയറ്റം ചിന്തോദ്ദീപകമായ ഒരു ഭാഗമാണ്. മരണാനന്തര ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴും നാം ദൈനംദിന പ്രാർത്ഥനകളിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ വളരെ ലളിതമായൊരു ഉത്തരമാണ് ഈ കുറിപ്പിലുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് ശരിക്കും അഴിച്ചെടുക്കാം. തീർച്ചയായും, ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു രൂപകത്തിലൂടെയാണ്. മരണാനന്തര ജീവിതത്തെയും പ്രാർത്ഥനയെയും വളരെ നീണ്ട, ക്ഷീണിപ്പിക്കുന്ന ഒരു യാത്രയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്നതുമായാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതെ, അവിടെയാണ് ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ ശക്തി കിടക്കുന്നത്. ഇതിലേറ്റവും ആകർഷകമായ കാര്യം എന്തെന്നാൽ, മരണാനന്തര ജീവിതം എന്ന അങ്ങേയറ്റം നിഗൂഢമായ, മനുഷ്യനിനിയും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു സങ്കല്പത്തെ ദിവസവുമുള്ള പ്രാർത്ഥനകൾ എന്ന വളരെ ലളിതമായ പ്രവൃത്തിയുമായി രചയിതാവ് ഒരേ തട്ടിൽ കാണുകയാണ്. ശരിക്കും നമ്മൾ ഭൗതികമായി അനുഭവിക്കുന്ന ഈ ജീവിതമെന്നത് വളരെ ക്ഷീണിപ്പിക്കുന്ന, എപ്പോഴും ജാഗ്രത വേണ്ട ഒരു ദീർഘയാത്രയാണെന്ന വലിയൊരു സൂചന ഇതിലുണ്ട്. അതായത് നമ്മളെല്ലാവരും വലിയ ഭാരങ്ങൾ ചുമക്കുന്ന യാത്രക്കാരാണെന്ന്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. ആ യാത്രയുടെ ക്ഷീണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ സ്വന്തം അനുഭവങ്ങളാണ്. ഇപ്പോൾ ഇതൊന്ന് കേട്ടുനോക്കൂ. നമ്മൾ ദിവസങ്ങളോളം നീളുന്ന ഒരു യാത്ര പോകുന്നു എന്ന് കരുതുക. എയർപോർട്ടുകളിലെ തിരക്ക്, ട്രാഫിക് ബ്ലോക്കുകൾ, അപരിചിതമായ ഹോട്ടൽ മുറികൾ. ഭയങ്കര സ്ട്രെസ്സായിരിക്കുമല്ലോ അത്. അതെ അതെ. അവിടെയെങ്ങും നമ്മൾ പൂർണ്ണമായും ശാന്തരായേക്കില്ല. നമ്മുടെ സാധനങ്ങൾ സുരക്ഷിതമാണോ, അടുത്ത ഫ്ലൈറ്റ് മിസ്സാകുമോ എന്നൊക്കെയുള്ള നിരന്തരമായ ചിന്തകളായിരിക്കും. ആ ദിവസങ്ങളത്രയും നമ്മുടെ മനസ്സ് ഒരുതരം അലർട്ട് മോഡിലായിരിക്കും. എപ്പോഴും ഒരുതരം ജാഗ്രത. എന്നാൽ ആ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വലിയ ബാഗുകളൊക്കെ വലിച്ചിഴച്ച് സ്വന്തം വീടിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ, ആ പഴയ സോഫയിലേക്ക് വീഴുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ അലർട്ട് സിസ്റ്റം അങ്ങ് ഓഫാവുകയാണ്. ശരിയാണ്, ആ ഒരു നിമിഷം വളരെ പ്രത്യേകതയുള്ളതാണ്. എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കൃത്യമായി ആ ഒരു നിമിഷത്തിൽ മാത്രം നമുക്കത്രയും ആശ്വാസം തോന്നുന്നത്? എന്താണ് അതിന്റെ ഒരു സൈക്കോളജി? അതായത് ആ യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുതരം ഡിഫൻസ് മെക്കാനിസത്തിലാണ്. പുറത്തുള്ള ലോകം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധമുണ്ട്. നമ്മളെപ്പോഴും അതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. അതെ, സൈക്കോളജിക്കലായി പറഞ്ഞാൽ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹംബോധം അവിടെ വളരെ സജീവമാണ്. നമ്മളെ സംരക്ഷിക്കാൻ അതവിടെ ആവശ്യവുമാണ്. എന്നാൽ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ആ ആർമർ അല്ലെങ്കിൽ ആ കവചം നമുക്ക് അഴിച്ചുവെക്കാം. ഓ, അതായത് നമുക്കവിടെ അഭിനയിക്കേണ്ടതില്ല. കൃത്യം. അവിടെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുന്ന, യാതൊരു കണ്ടീഷനുകളും ഇല്ലാത്ത ഒരിടമാണത്. രചയിതാവ് മരണാനന്തര ജീവിതത്തെ ഈയൊരവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നത് വെറുതെയല്ല. അപ്പൊ ഭൗതിക ലോകത്തെ ജീവിതവും ഈ പറഞ്ഞ യാത്ര പോലെയാണെന്നാണോ? അതെ, ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നിരന്തരമായ പോരാട്ടങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരാകാനുള്ള ശ്രമങ്ങൾ, സാമ്പത്തികമായ നെട്ടോട്ടങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള പൂർണ്ണമായ ഒരു വിടുതൽ. ആ ആർമർ
പൂർണ്ണമായും അഴിച്ചുവെക്കുന്ന അവസ്ഥ. അതാണ് മരണാനന്തര ജീവിതം എന്ന് ഈ പുസ്തകം പറയുന്നു. ഒരു മിനിറ്റ്, ഞാനിവിടെ ഒന്ന് ഇടപെടട്ടെ. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ കാര്യം വരുന്നത്. എനിക്കിതൊരു വലിയ പ്രശ്നമായി തോന്നുന്നുണ്ട്. എന്താണത്? ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വരിയുണ്ട്. അതായത്, ആ യാത്രയ്ക്കൊടുവിൽ നമുക്ക് പരിചിതമായ അടയാളങ്ങൾ കാണാൻ സാധിക്കും, ഒപ്പം വീടിന്റെയും സുരക്ഷിതത്വത്തിന്റെയും തോന്നലുണ്ടാകുമെന്ന്. അതെ. ഇത് കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും. പക്ഷേ യുക്തിപരമായി ചിന്തിച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഈ മരണാനന്തര ജീവിതമെങ്കിൽ അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പരിചിതമായ അടയാളങ്ങൾ അഥവാ ഫെമിലിയർ ലാൻഡ്മാർക്സ് കാണാൻ സാധിക്കുക? പുതിയൊരിടത്ത് എങ്ങനെയാണ് ആ പഴയ സുരക്ഷിതത്വം തോന്നുക? വളരെ നല്ലൊരു ചോദ്യമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു വെറും കോപ്പിംഗ് മെക്കാനിസം അല്ലേ? അതായത്, മരണശേഷമുള്ള ശൂന്യതയെക്കുറിച്ച് മനുഷ്യർക്ക് വലിയ ഭയമുണ്ട്. ആ ഭയത്തെ മറികടക്കാൻ വേണ്ടി ഇരുണ്ട ഒരു ടണലിന്റെ അവസാനം നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം വിശ്വസിപ്പിക്കുന്നതല്ലേ ഇത്? അത് വളരെ ശക്തമായ യുക്തിസഹജമായ ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ ആത്മീയതയെ വിമർശനാത്മകമായി കാണുന്ന ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. അതെ, ഇതൊരു സ്വാഭാവികമായ സംശയമാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ദാർശനികമായ അടിത്തറയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ തലക്കെട്ടിൽ തന്നെയുണ്ട്. ദ ലോങ് ജേർണി ഹോം എന്നതിലെ ഹോം അഥവാ വീട് എന്ന വാക്കിൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ നമ്മൾ മരണശേഷം പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊരു പുതിയ ഡെസ്റ്റിനേഷൻ അല്ല. അതായത്, നമ്മൾ മുൻപ് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? കൃത്യമായി പറഞ്ഞാലതെ. പല പൗരസ്ത്യ പാശ്ചാത്യ തത്വചിന്തകളും പറയുന്നത് മനുഷ്യന്റെ ബോധം അല്ലെങ്കിൽ ആത്മാവ് ഉടലെടുക്കുന്നത് ആ പരമമായ ചൈതന്യത്തിൽ നിന്നാണ് എന്നാണ്. ഭൗതികമായ ഈ ശരീരം ലഭിക്കുന്നതിനും ഈ ഭൂമിയിലെ യാത്ര തുടങ്ങുന്നതിനും മുൻപ് തന്നെ നമ്മുടെ ആത്മാവിന് ആ ഒരിടം പരിചിതമാണ്. ഓ, അപ്പൊ അതൊരു പുതിയ കാര്യമല്ല? അല്ല, ഇതിനെ നമുക്കൊരു സ്പിരിച്വൽ മസിൽ മെമ്മറി എന്ന് വിളിക്കാം. സ്പിരിച്വൽ മസിൽ മെമ്മറി എന്നുവെച്ചാൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച് സൈക്കിൾ ചവിട്ടൽ വീണ്ടും ഓർത്തെടുക്കുന്നത് പോലെയാണോ? നമ്മൾ ബോധപൂർണം ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിനതറിയാം. അതെ, സമാനമായൊരവസ്ഥ. അല്ലെങ്കിൽ ദേശാടന പക്ഷികളെ നോക്കൂ. അവ ജനിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവയുടെ മുൻ തലമുറകൾ പോയ അതേ സ്ഥലത്തേക്ക് കൃത്യമായി പറന്നെത്തുന്നു. ശരിയാണ്. ആരും വഴി പറഞ്ഞുകൊടുക്കാതെ തന്നെ. അതെ, അവയ്ക്കത് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവയുടെ ഉള്ളിലെ എവിടെയോ ആ മാപ്പ് പതിഞ്ഞുകിടപ്പുണ്ട്. മനുഷ്യന്റെ ബോധത്തിനും ഇത്തരമൊരു മാപ്പ് ഉണ്ടെന്നാണ് ആത്മീയത പറയുന്നത്. അതുകൊണ്ടുതന്നെ ഈ ജീവിതമെന്ന ദീർഘയാത്ര കഴിഞ്ഞ് നമ്മൾ തിരികെ ചെല്ലുമ്പോൾ നമ്മുടെ ബുദ്ധിക്കോ ശരീരത്തിനോ ആ സ്ഥലം ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മുടെ ആത്മാവിനത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ട്. അവിടെയുള്ള പരിചിതമായ അടയാളങ്ങളെന്നത് ഭൗതികമായ മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമല്ല. അത് ചില വൈകാരിക അവസ്ഥകളാണ്. പരിപൂർണമായ ശാന്തത, ഈഗോയുടെ അഭാവം, നിരുപാധികമായ സ്നേഹം. ഈ അവസ്ഥകൾ നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പഴയ ഓർമ്മകൾ ഉണരുകയും അതെ, ഇതെനിക്ക് പരിചിതമാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ എനിക്കത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ച് തറവാട്ട് വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരികെ പോകുന്നത് പോലെ അവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ ആ വീട് മുഴുവൻ മാറിപ്പോയിട്ടുണ്ടാകാം. അതെ അതെ. പഴയ നിറമായിരിക്കില്ല, മുറ്റത്തെ മരങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ടാകാം, കാഴ്ചയിൽ അതൊരു പുതിയ സ്ഥലമായി തോന്നാം. എങ്കിലും ആ മുറ്റത്ത് കാലുകുത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടെയുള്ളൊരു പ്രത്യേക ഗന്ധം, അല്ലെങ്കിൽ അവിടെ വീശുന്ന കാറ്റ്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ എവിടൊക്കെയോ ഉള്ള പഴയ ഓർമ്മകളെ ഉണർത്തുന്നു. തീർച്ചയായും. അതെല്ലാം നമുക്ക് പരിചിതമായി തോന്നുന്നു. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് നമുക്ക് തോന്നും. ആ ഒരു തിരിച്ചറിവിനെക്കുറിച്ചാണ് പുസ്തകം പറയുന്നതെങ്കിൽ അതൊരു കോപ്പിംഗ് മെക്കാനിസത്തേക്കാൾ വളരെ ആഴമുള്ളൊരു ചിന്ത തന്നെയാണ്. തീർച്ചയായും. ആ കുട്ടിക്കാലത്തെ വീട്ടിൽ നിങ്ങൾക്കൊരു അതിഥിയെപ്പോലെ പെരുമാറേണ്ടതില്ലല്ലോ. ആ ഒരു സ്വാതന്ത്ര്യമാണിവിടെ പ്രധാനം. ഈ ആശയം മനസ്സിലാക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. ശരിക്കും മാറുന്നുണ്ട്. അജ്ഞാതമായ ഒരിടത്തേക്കുള്ള ഭയപ്പെടുത്തുന്ന പോക്കല്ല, മറിച്ച് നമുക്കെല്ലാം പരിചിതമായ, നമ്മെ കാത്തിരിക്കുന്ന സുരക്ഷിതമായ ഒരു വീട്ടിലേക്കുള്ള മടക്കയാത്ര മാത്രമായി അത് മാറുന്നു. ഇത് ശരിക്കും ആശ്വാസം തരുന്ന ഒന്നാണ്. എന്നാൽ ഈ പുസ്തകം ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത.
ശരിയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ ഉറവിടത്തിൽ നമ്മളോട്, അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മരണശേഷമുള്ള കാര്യം എങ്ങനെയാണിപ്പോൾ അനുഭവിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് രചയിതാവ് പ്രാർത്ഥനയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അനുഭവം നമുക്ക് ദൈനംദിന ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് എന്ന് ഈ പുസ്തകം വാദിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂർണ്ണമായ ഏകാന്തതയിലായിരിക്കുമ്പോഴോ ചുറ്റുമുള്ള ലോകത്തിന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്, ഞാൻ എന്റെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു എന്ന പോലൊരു സമാധാനം നിങ്ങൾക്കെപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് രചയിതാവ് നിങ്ങളോട് ചോദിക്കുന്നു. ഇതിന്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രാർത്ഥനയെ അല്ലെങ്കിൽ ധ്യാനത്തെ ഈ ഒരു രൂപകത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിതമെന്ന ദീർഘയാത്രയുണ്ടല്ലോ, അതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ വിശ്രമവേളകളാണ് പ്രാർത്ഥനകൾ. വിശ്രമവേളകൾ. അതെ, ഇതിനെ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളെ കാണുന്നത് ഒരു തരം ബാധ്യതയായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വഴിയായോ ആണ്. ദൈവത്തിനു മുന്നിൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് വായിക്കുന്ന പരിപാടി. മിക്കവാറും ആളുകൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. എന്നാൽ യഥാർത്ഥ ആത്മീയതയിൽ പ്രാർത്ഥന എന്നത് അതല്ല. അത് നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്കുള്ളൊരു കണക്ഷനാണ്. ഒരു തരം മൈക്രോ റിട്ടേൺ. മൈക്രോ റിട്ടേൺ, അതായത് നമ്മൾ ഒരുപാട് ദൂരെ യാത്രയിലായിരിക്കുമ്പോൾ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് അവിടെയുള്ളവരെ കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം പോലെയോ? കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആ വീഡിയോ കോൾ ചെയ്യുന്ന 10-15 മിനിറ്റ് നിങ്ങൾ നിൽക്കുന്ന അപരിചിതമായ നഗരത്തെയോ നിങ്ങളുടെ യാത്രാക്ഷീണത്തെയോ നിങ്ങൾ ഓർക്കുന്നില്ല. അതെ, നമ്മൾ വീട്ടിലായിരിക്കും ആ സമയം. നിങ്ങൾ മാനസികമായി നിങ്ങളുടെ വീട്ടിലാണ്. സമാനമായി യഥാർത്ഥമായ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിലെ ചിന്തകളുടെ വലിയ ബഹളങ്ങൾ കെട്ടടങ്ങുന്നു. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നലെയെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളും ഇല്ലാതാകുന്നു. അവിടെ ഭാരങ്ങളില്ലാത്ത, ഈഗോ ഇല്ലാത്ത ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയാണ് നാം നേരത്തെ പറഞ്ഞ ആ പരമമായ ചൈതന്യത്തിന്റെ അതേ തരംഗദൈർഘ്യം അഥവാ ഫ്രീക്വൻസി. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സമാധാനം മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സമാധാനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്നാണ് രചയിതാവ് സമർത്ഥിക്കുന്നത്. ഇത് വളരെ രസകരമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും എപ്പോഴും ഒരു ട്രാവൽ മോഡിലാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, സോഷ്യൽ മീഡിയ നോക്കണം, മെയിലുകൾക്ക് മറുപടി പറയണം. അതെ, ആർക്കും സമയമില്ല. നമ്മൾ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും നമ്മുടെ ആ വീടൊന്ന് സന്ദർശിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പൂർണ്ണമായ ശാന്തത എന്താണെന്ന് പലർക്കും അറിയില്ല. ശരിയാണ്. എന്നാൽ ചില പ്രത്യേക നിമിഷങ്ങളിൽ, ഇപ്പോൾ ഒരുപക്ഷെ ഒരു മലമുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുഴയുടെ ശബ്ദം കേട്ടിരിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ഒരു പ്രാർത്ഥനയിൽ ലയിക്കുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു തോന്നലുണ്ട്, അതെ, ഇതാണ് ശരിയായ സ്ഥലം, ഇവിടെ എനിക്ക് അഭിനയിക്കേണ്ട. ആ ഒരു തിരിച്ചറിവ് വളരെ വലുതാണ്. ഈ പുസ്തകം അവസാനിക്കുന്ന വാചകം ഓർമ്മയുണ്ടോ? That's exactly how we feel when we get back to God. We are back home എന്ന്. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കൃത്യമായും ഇങ്ങനെ തന്നെയാണ്. അതെ, അത് കേവലം ഒരു വാചകമല്ല. ആത്മീയതയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഭയങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രസ്താവനയാണ്. ദൈവവുമായുള്ള സമാഗമത്തെ പലപ്പോഴും കർശനമായ നിയമങ്ങളുടെയും ശിക്ഷകളുടെയും ഭയപ്പെടുത്തുന്ന വിധിന്യായങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു പേടിയോടെയാണല്ലോ നമ്മളതിനെ കാണുന്നത്. എന്നാൽ ഈ പുസ്തകം അതിനെയെല്ലാം റദ്ദാക്കുന്നു. പകരം അത് തികച്ചും നിരുപാധികമായ സ്നേഹം മാത്രമുള്ള ഏറ്റവും സുരക്ഷിതമായ ഭവനത്തിലേക്കുള്ള മടക്കമായി അവതരിപ്പിക്കുന്നു. നിങ്ങളെങ്ങനെയാണോ ആ പൂർണ്ണ നഗ്നതയിൽ നിങ്ങളെ സ്വീകരിക്കുന്നൊരിടം, ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭാരങ്ങൾ പകുതിയായി കുറയും. കാരണം ഈ യാത്ര എത്ര കഠിനമാണെങ്കിലും അവസാനം നമ്മൾ എത്തുന്നത് നമുക്കേറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്കാണല്ലോ എന്ന ചിന്ത വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മളെ പേടിപ്പെടുത്തേണ്ട ഒന്നല്ല, നമ്മൾ വഴിതെറ്റി എവിടെയോ പോയി വീഴാൻ പോകുന്ന ഒരു അഗാധ ഗർത്തവുമല്ല. അല്ലേയല്ല. മറിച്ച് ഈ ക്ഷീണിപ്പിക്കുന്ന യാത്രയെല്ലാം അവസാനിപ്പിച്ച്
നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് നമ്മുടെ ആത്മാവിന് ഏറ്റവും പരിചിതമായ ആ സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മടക്കയാത്ര മാത്രമാണത്. നാം ഇടയ്ക്കിടെ നടത്തുന്ന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ആ മടക്കയാത്രയുടെ ചെറിയ റിഹേഴ്സലുകളാണ്. ഈ ഒരു വീക്ഷണം നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ്. തീർച്ചയായും. ഇനി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും ഈയൊരു വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒന്നായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ വളരെ യാന്ത്രികമായാണ് കാണുന്നത്. അതെ. എന്നാൽ അടുത്ത തവണ പൂർണ്ണമായ ഏകാന്തതയില് ഒരു ഒഴിഞ്ഞ മുറിയിലോ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിശബ്ദതയിലോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു കാരണവുമില്ലാതെ വലിയൊരു സമാധാനം തോന്നുകയാണെങ്കിൽ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. അത് വെറുമൊരു ബയോകെമിക്കൽ റിയാക്ഷൻ മാത്രമാണോ? നിങ്ങളുടെ തലച്ചോറിലെ ചില രാസമാറ്റങ്ങൾ മാത്രമാണോ അത്? അതോ നിങ്ങളുടെ ഈ നീണ്ട ജീവിതയാത്രയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ ലക്ഷ്യസ്ഥാനത്തിന്റെ, നിങ്ങളുടെ ആ യഥാർത്ഥ വീടിന്റെ ഒരു ചെറിയ മിന്നലാട്ടമാണോ നിങ്ങൾ ആ നിമിഷം കാണുന്നത്? ദൈവത്തിലേക്കുള്ള യാത്ര നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള മടക്കയാത്രയാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതയാത്രയിൽ ആ ലക്ഷ്യസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം പരിചിതമായ അടയാളങ്ങളാണ് നിങ്ങൾ ചുറ്റും കാണുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏതനുഭവങ്ങളാണ് ആ സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകുന്നത്? അതൊരു വലിയ ചിന്താവിഷയം തന്നെയാണ്. അതെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടു നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു വിഷയത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ ഈ സമയം ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി, കൂടുതൽ ആഴത്തിലുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. ശുഭദിനം.